1940കളിൽ ഗുജറാത്തിലെ കൈറ ജില്ലയിലെ പാൽ കർഷകർ ഇടനിലക്കാരുടെ വലിയ ചൂഷണത്തിനിരയായിരുന്നു. ഇതിനൊരു പ്രതിവിധി കാണാനായി മറ്റു വഴികളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ 1946-ൽ സർദാർ വല്ലഭായ് പട്ടേലിനെ കാണാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേൽ അതിനൊരു സൊല്യൂഷനായിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഈ ഒരു ലക്ഷ്യത്തിനായി ത്രിഭുവൻ ദാസ് പട്ടേൽ ഈ ഒരു വിഷനെ യാഥാർത്ഥ്യത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഐക്കോണിക് ആയിട്ടുള്ള അമൂൽ എന്ന കമ്പനിയുടെ രൂപീകരണത്തിന് കാരണമായിട്ട് മാറിയത്. പക്ഷേ വലിയൊരു മാറ്റം സംഭവിച്ചത് ഡോക്ടർ വർഗീസ് കുര്യൻ ഇതിൻ്റെ നേതൃത്വത്തിൽ വന്ന ശേഷമാണ്. നമ്മൾ സ്കൂളുകളിൽ പഠിച്ച കാര്യങ്ങളാണ്. ധവള വിപ്ലവം, വൈറ്റ് റവല്യൂഷൻ, അതിൻ്റെയൊക്കെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഈ വർഗീസ് കുര്യനാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ ഒരു പാൽ ഉൽപ്പാദനം വളരെ വലിയ രീതിയിൽ വർദ്ധിക്കാൻ അദ്ദേഹത്തിൻ്റെ റിസർച്ചും കാര്യങ്ങളും സഹായിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പാൽ കർഷകരെ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നല്ലൊരു നിലയിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അമൂൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് അമൂലിൻ്റെ പരസ്യങ്ങളാണ്. ഐക്കോണിക് ആയിട്ടുള്ള ആ അമൂൽ ഗേൾ, ആ ഒരു ഐക്കൺ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരസ്യങ്ങൾ വർഷങ്ങളോട് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നതായിരുന്നു. ഇന്ന് പാല് മാത്രമല്ല, പാലുമായി ബന്ധപ്പെട്ട പല ഉൽപ്പന്നങ്ങൾ, ബട്ടർ, പനീർ പോലുള്ള പല ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒട്ടുമിക്ക സെഗ്മെന്റിലും അവർ തന്നെയാണ് ലീഡേഴ്സും. ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദന രാജ്യമായി മാറുന്നതിന് ഈ ഒരു കോപ്പറേറ്റീവ് സംഘടനക്കും വളരെ വലിയൊരു റോളുണ്ട്. ഇന്ത്യയിലെ പോപ്പുലർ ആയിട്ടുള്ള 30 ബ്രാൻഡുകൾ 30 ദിവസത്തിൽ പരിചയപ്പെടുന്ന ആദ്യത്തെ വീഡിയോ ആയിരുന്നു ഇന്നത്തേത്. അതിൽ ആദ്യമായി നമ്മൾ പരിചയപ്പെട്ട ബ്രാൻഡ് അമൂലായിരുന്നു. ഇതുപോലുള്ള കൂടുതൽ ബ്രാൻഡ്സിനെ നമുക്ക് വരും ദിവസങ്ങളിൽ ഷോർട്ട് വീഡിയോസിലൂടെ പരിചയപ്പെടാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്